മാർച്ച് മാസം രണ്ടാമത്തെ ആഴ്ച കേരളത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് വളരെ അതീവ ക്രൂഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട ആഴ്ചകളാണ്. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ആസാമിൽ തുടങ്ങി പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ, പുതുച്ചേരിയിൽ 5 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പാണ്. അതിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് അതീവ പ്രാധാന്യമുണ്ട്. 10 ആണ്ട് നിലനിൽക്കുന്ന ഒരു ഭരണത്തിന് എതിരെ ആര് വരണം, അതേ ഭരണം തന്നെ 3-0 തുടരണോ, പുതിയ UDFൻ്റെ ഭരണം വരണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പല മണ്ഡലങ്ങളെയും കുറിച്ച് ഞങ്ങൾ പല വീഡിയോകളും ചെയ്തിരുന്നു. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിലുള്ള വീഡിയോകൾ ഓരോ മണ്ഡലത്തെക്കുറിച്ച് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി 140 ദിവസം നമുക്കില്ല, എന്നാൽ പോലും സജീവമാകുന്ന മുറയ്ക്ക് 2-3 മണ്ഡലങ്ങളൊക്കെ ഒരു ദിവസം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 50 ആണ്ട് നടന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. സ്വതന്ത്ര കേരളത്തിൽ 1957 ശേഷമാണ് ജനാധിപത്യ സർക്കാരുകൾ വരുന്നത്. അതിനുശേഷം നടന്ന വികസന പ്രവർത്തനങ്ങളും രാജഭരണകാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളെയും പലപ്പോഴും താരതമ്യം ചെയ്യേണ്ടി വരും. തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ രാജഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്, സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര നിയോജക മണ്ഡലമായ വാമനപുരം നിയോജക മണ്ഡലമാണ്. വാമനപുരം നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതിശക്തമായ ഇടതുപക്ഷമെന്ന് പറഞ്ഞാൽ പോരാ, CPMന് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നേരത്തേത്തിൽ നിന്ന് വ്യത്യസ്തമായി പല പഞ്ചായത്തുകളും മുറിച്ച് പുതിയ പഞ്ചായത്തുകൾ ചേർത്തിട്ടുണ്ട്. നിലവിലെ പഞ്ചായത്തുകൾ ഞാൻ പറയാം. ആനാട് ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസിനും LDFനും മാറി മാറി പഞ്ചായത്ത് ഭരണം കിട്ടുന്ന ആനാട്, പെരിങ്ങമല, പനവൂര്, പുല്ലമ്പാറ, നെല്ലനാട്, പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ കല്ലറ, പാങ്ങോട്, വാമനപുരം, ഇത്രയും പഞ്ചായത്തുകൾ വരുന്ന ഒരു മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ്. വാമനപുരം നദി, ഈ നദി അതിനകത്തുകൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം നശിക്കാൻ പോകുന്ന, ഇല്ലാതാകാൻ പോകുന്ന നദികളിൽ ഒന്നായി വാമനപുരത്തെ ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 1965 മുതൽ അവിടെ ഉള്ള ആളുകളുടെ പേര് ഞാൻ പറയാം, ഡേറ്റ വെച്ച് പറയാം. 1965 കോൺഗ്രസ്സിലെ M കുഞ്ഞികൃഷ്ണപിള്ള, കല്ലറ കുഞ്ഞികൃഷ്ണപിള്ള ജയിച്ചിരുന്നു. 67 NV പിള്ള CPMൻ്റെ ജയിച്ചു. വീണ്ടും 70 കുഞ്ഞികൃഷ്ണപിള്ള വീണ്ടും ജയിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് 77 മുതൽ 2021 വരെ എടുത്താലും CPM മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. 50 വർഷക്കാലത്തിലേറെ, 40, 45, 50 വർഷത്തോളമായി CPM ആണ് അവിടെ ഭരിക്കുന്നത്. അവിടെ N വാസുദേവൻപിള്ള, കല്ലറ വാസുദേവൻപിള്ള, കോലിയക്കോട് കൃഷ്ണൻ നായർ നിരവധി തവണ, 4 തവണ മറ്റോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിരപ്പൻകോട് മുരളി 2 തവണയുണ്ടായിരുന്നു. അരുന്ധതി ഉണ്ടായിരുന്നു, ഒരു വനിതയുണ്ടായിരുന്നു. കോലിയക്കോട് കൃഷ്ണൻ നായർ വീണ്ടും വന്നു. വീണ്ടും TK മുരളി വന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് DK മുരളി തന്നെയാണ്, TK അല്ല DK ആണ്, അഡ്വക്കേറ്റ് DK മുരളി തന്നെയാണ് ഇപ്പോൾ പ്രസൻറ്റിലെ MLA. ഈ 50 ആണ്ട് വർഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടുള്ള, ആ തുടക്കകാലത്ത് 1-2 തവണ കോൺഗ്രസിന് വോട്ട് കൊടുത്തതൊഴിച്ചാൽ എല്ലാ പ്രാവശ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടുള്ള മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഏതെങ്കിലും പാലമോ റോഡോ വന്നതിനപ്പുറം വളരെ ഗൗരവമായ ഒരുപാട് ആവശ്യങ്ങൾ ഞാൻ 70കളിൽ 80കളിൽ കേട്ടിട്ടുള്ളതാണ്. അവിടെ ഒരു കോളേജ് വേണം. ഓരോ തെരഞ്ഞെടുപ്പിനും പറയാറുണ്ട് അവിടെ ഗവൺമെൻറ് കോളേജ് തരുമെന്ന്. നാളിതുവരെ ആ മണ്ഡലത്തിൽ, പെരിങ്ങമലയിലുള്ളത് ഇക്ബാൽ കോളേജാണ്, അത് പ്രൈവറ്റ് കോളേജാണ്. പിന്നെ ആറ്റിങ്ങിലാണ് ഗവൺമെൻറ് കോളേജ് ഉള്ളത്. ആയിരക്കണക്കിന് ആളുകൾ, 10,000കണക്കിന് വിദ്യാർത്ഥികളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമുള്ള വെഞ്ഞാറമൂട് ഉൾപ്പെടെയുള്ള, നെല്ലനാട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖമായ ഒരു മണ്ഡലമാണ്. എന്നിട്ടും ഒരു സർക്കാർ കോളേജ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വെഞ്ഞാറമൂടിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്. വെഞ്ഞാറമൂടിനെ കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്നത്, നെല്ലനാടുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നെല്ലനാട് വാമനപുരം ആശുപത്രി ഇരിക്കുന്നത് വാമനപുരം ജംഗ്ഷനിലുമല്ല, വെഞ്ഞാറമൂട് ജംഗ്ഷനിലുമല്ല. ഒരു കാലഘട്ടത്തിൽ അവിടെ കുരങ്ങനും പട്ടിയും അല്ലാതെ ഒരു മനുഷ്യൻ അവിടെ പോകാൻ പറ്റത്തില്ല. ആക്സിഡൻറ്റ് പറ്റിയാലോ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നാലോ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നുള്ള നിലയിൽ വളരെ പരിതാപകരമായി. അതിൻ്റെ ലൊക്കേഷൻ തന്നെ ശരിയല്ല, ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ലൊക്കേഷൻസ് തന്നെ ശരിയല്ല. കാട്ടിനകത്ത് കൊണ്ടൊരു ആശുപത്രി വെച്ചിട്ട് അവിടെ ജനങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വാഹന സൗകര്യങ്ങളില്ല.
അവിടെ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ജംഗ്ഷനിലല്ല, ഒരു ഇട സ്ഥലത്ത് ഇറങ്ങിയിട്ട് നടന്നു വേണം പോകാൻ. യാതൊരു സൗകര്യമില്ലാത്ത ഒരു ഹോസ്പിറ്റൽ. അതിനെക്കുറിച്ച് നമ്മൾ അല്ലാതെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആരോഗ്യരംഗം അങ്ങനെ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ രംഗം ഇങ്ങനെ. മൂന്നാമത് എന്തെങ്കിലും ഒരു വ്യവസായം അവിടെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോടാണ് ഇത് ചോദിക്കുക എന്നുള്ളതാണ്. ധാരാളം പാവപ്പെട്ട ജനങ്ങളാണ്. എല്ലാ കാലവും അവർ വോട്ട് ചെയ്യുന്നു. അവരാർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രശ്നമില്ല. അത് അവരുടെ ജനാധിപത്യ അവകാശമാണ്. അവരിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടെ. ആർക്ക് വോട്ട് ചെയ്തെന്നോ വോട്ട് ചെയ്തില്ലെന്നോ ഞങ്ങൾ രാഷ്ട്രീയമായി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ആർക്കും വോട്ട് ചെയ്തോളൂ. പക്ഷേ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തണം. എന്ത് നടന്നു, എന്ത് നടന്നില്ല എന്ന്. വാമനപുരം നദിയുടെ പുനരുദ്ധാരണമെന്ന് പറഞ്ഞ് ഒരുപാട് ഉഡായിപ്പ് പരിപാടികളും ലക്ഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പഠന റിപ്പോർട്ട്, അപ്പടി റിപ്പോർട്ട്, ഇപ്പടി റിപ്പോർട്ട്, നദീ നടത്തം, ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിപാടികൾ, തക്കിട തരികിട പരിപാടികൾ പല ഏജൻസികളും പല ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. നദിയിൽ ഒരു തുള്ളി വെള്ളം പോലും കൂടിയിട്ടില്ല. നദിയുടെ മാലിന്യം ഒരു തുരുമ്പ് പോലും കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ നദിയുടെ സ്ഥിതി അങ്ങനെ. അതുപോലെ ഓരോ കാര്യങ്ങളെടുത്താൽ ഇപ്പോൾ മേൽപ്പാലം വരുന്നു. മേൽപ്പാലം വരുന്നതിൻ്റെ അശാസ്ത്രീയത വളരെ വലുതാണ്. അത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. വരുന്നത് തന്നെ വലിയ അശാസ്ത്രീയമായിട്ടാണ് അവിടെ അത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുളങ്ങളുടെ സംരക്ഷണം എടുത്താൽ, ഓരോന്നിടത്ത് ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എടുത്താൽ വലിയ വരൾച്ചയുള്ള സ്ഥലമാണ്. വെള്ളത്തിന് പ്രശ്നമുള്ള നാടാണ്. ഇപ്പോഴും കോളനികളെല്ലാം വലിയ രീതിയിൽ തന്നെ കോളനികളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളുണ്ട്. ആ മണ്ഡലത്തിൽ വലിയ ഒരു വ്യവസായം എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് അവിടുത്തെ ഒരു നല്ല ഹോസ്പിറ്റൽ വരുന്നില്ല? എന്തുകൊണ്ട് അവിടെ വെഞ്ഞാറമൂട് കേന്ദ്രമായി ഒരു താലൂക്ക് അനുവദിക്കുന്നില്ല? അതിനൊക്കെയുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. നെടുമങ്ങാട് താലൂക്ക്, കാട്ടാക്കടയിലൊക്കെ താലൂക്ക് വരുന്നു. വെഞ്ഞാറമൂട് തിരിച്ചു പറഞ്ഞാൽ നഗരസഭ ആക്കേണ്ടതാണ്. വെഞ്ഞാറമൂട് ഗ്രാമപഞ്ചായത്ത് തന്നെ നിൽക്കേണ്ടതല്ല, അതൊരു നഗരസഭ ആക്കേണ്ടതാണ്. അപ്പോൾ വെഞ്ഞാറമൂടിനെ ഒരു നഗരസഭയാക്കി മാറ്റാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? വെഞ്ഞാറമൂട് ഒരു താലൂക്ക് അനുവദിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ദൃശ്യയും നെഹ്റു കേന്ദ്രയും അടക്കമുള്ള ധാരാളം സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന നാടാണ്. അവിടെ ആലന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് രംഗപ്രഭ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അവരുടെ കഴിവ് കൊണ്ട് അതൊരു നടത്തിക്കൊണ്ട് പോകുന്നു. എന്തുകൊണ്ട് അതൊരു അന്താരാഷ്ട്ര സ്ഥാപനമാക്കാൻ സർക്കാരുകൾ സഹായിക്കുന്നില്ല? അല്ലെങ്കിൽ ഈ വരുന്ന MLA-മാരോ മറ്റുള്ളവരോ സഹായിക്കുന്നില്ല? എന്തെങ്കിലും ചെറിയ നാമമാത്രമായി ഫണ്ട് കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ജീവകലയുണ്ട് അവിടെ. അതും ഇപ്പോൾ വളരെ കുറച്ച് വർഷമായിട്ടെങ്കിലും വളരെ ഗൗരവമായ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന സംഘടനയാണ്. അപ്പോൾ സാംസ്കാരിക രംഗത്ത് എന്തുകൊണ്ടൊരു സാംസ്കാരിക സമുച്ചയവും സാംസ്കാരിക രംഗത്ത് ഇടപെടലും അവിടെ വരുന്നില്ല? വളരെയധികം കായികമായി ഒരുപാട് സ്പോർട്സ് നടന്നിട്ടുള്ള ഹാൻഡ്ബാളും പിന്നെ അതുപോലെ തന്നെ ബാഡ്മിൻ്റനും ഒക്കെ അടക്കമുള്ള വളരെ വലിയ സ്പോർട്സ് നടന്നിട്ടുള്ള സ്ഥലമാണ് വെഞ്ഞാറമൂട് ഹൈസ്കൂളൊക്കെ. എന്തുകൊണ്ട് സ്പോർട്സിനൊരു കോംപ്ലക്സ് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നീന്തലിന് സംവിധാനം ഉണ്ടാകുന്നില്ല? ഇങ്ങനെ തുടങ്ങി ചോദിച്ചാൽ വെഞ്ഞാറമൂടിൻ്റെ വികസനവും വാമനപുരം മണ്ഡലത്തിൻ്റെ വികസനവും എന്തുകൊണ്ട് 50 ആണ്ടായി പുറകിലോട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല? ഏതെങ്കിലും പാലമോ അല്ലെങ്കിൽ റോഡോ പണിയുന്നതിനപ്പുറം, അല്ലെങ്കിൽ നിലവിലുള്ള സ്കൂളുകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനപ്പുറം ബൃഹത്തായ പുതിയ പദ്ധതികൾ എന്തേ വാമനപുരത്ത് വരാത്തത്? അതിൻ്റെ കാരണം ചർച്ച ചെയ്യപ്പെടണം. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം, ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. അതൊക്കെ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിഷയമാണ്. ഞങ്ങളുടെ പരമ്പരയിലെ ആദ്യത്തെ മണ്ഡലമെന്നുള്ള നിലയിൽ 50 ആണ്ട് കൊണ്ട് വാമനപുരം എന്തു നേടി എന്നുള്ളത് മാത്രമാണ് ചർച്ചയ്ക്ക് വയ്ക്കുന്നത്.